നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കയറ്റമില്ലാതെ കാർഷിക മേഖല. ഐവറി കോസ്റ്റിലും തെക്ക് കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളും റബ്ബർ ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നത് കണ്ട് രാജ്യാന്തര നിക്ഷേപകർ റബ്ബറിൽ ലാഭമെടുപ്പിന് നീക്കം തുടങ്ങി. വരണ്ട കാലാവസ്ഥ തുടരുന്നതിനാൽ കേരളത്തിൽ ടാപ്പിംഗ് സ്തംഭനാവസ്ഥയിലാണ്. ഈസ്റ്റർ ഡിമാൻഡ് മുന്നിൽ കണ്ട് വെളിച്ചെണ്ണ കരുത്ത് സ്വരൂപിക്കുന്നു. കുരുമുളക് തിരിച്ചുവരവിന് ശ്രമം നടത്തിയെങ്കിലും ഇടപാടുകാരിൽ നിന്നുള്ള പിന്തുണ ഉറപ്പ് വരുത്താനായില്ല. ആഗോള റബ്ബർ ഉൽപ്പാദനത്തിൽ വൻ ശക്തിയായി മാറുന്ന ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുന്നു. പുതിയ സാഹചര്യത്തിൽ ഏപ്രിൽ ആദ്യ രണ്ടാഴ്ചകളിൽ പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്ക് സജ്ജമാകുമെന്ന വിവരം ടയർ വ്യവസായികളെ തിരക്കിട്ടുള്ള റബ്ബർ സംഭരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാം. ഏതാനും മാസങ്ങളായി നിക്ഷേപകരായി നിലകൊണ്ട് അവധി വ്യാപാര രംഗത്ത് ആവേശം സൃഷ്ടിച്ച ഫണ്ടുകൾ ചുവടുമാറ്റി ചവിട്ടാനുള്ള അണിയറ നീക്കത്തിലാണ്. ഇതിൻ്റെ മുന്നോടിയൊന്നോണം ജപ്പാൻ ഒസാക്ക അടക്കമുള്ള അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ അവർ ലാഭമെടുപ്പ് തുടങ്ങി. ജനുവരി ആദ്യം ഒസാക്ക എക്സ്ചേഞ്ചിൽ കിലോ 346 യെന്നിൽ വിപണനം നടന്ന റബ്ബർ ഈ മാസം 386 യെൻ വരെ ഉയർന്ന് ഇടപാടുകൾ നടന്നു. വാരത്തിൻ്റെ തുടക്കത്തിൽ 380 യെന്നിൽ നീങ്ങിയ റബ്ബർ പക്ഷേ വാരാന്ത്യം 365 ഇടിഞ്ഞു. നിലവിൽ 356 യെന്നിൽ സപ്പോർട്ടുണ്ട്. ഈ താങ്ങ് വിപണിക്ക് നിലനിർത്താനായില്ലെങ്കിൽ 340 റേഞ്ചിലേക്ക് ജപ്പാനീസ് മാർക്കറ്റ് തിരിയും. സാങ്കേതികമായി റബ്ബർ ദുർബലാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈസ്റ്റർ കഴിയുന്നതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും പുതിയ കൊട്ടേഷനുകൾക്ക് സാധ്യത തെളിയുന്നതിനാൽ വ്യവസായികൾ ബാങ്കോക്കിൽ തിരക്കിട്ട് പുതിയ കരാറുകൾക്ക് നീക്കം നടത്താൻ ഇടയില്ല. അതേസമയം രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുന്നത് സിന്തറ്റിക് റബ്ബറിന് താങ്ങു പകർന്നാൽ അത് റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾക്കും ആശ്വാസം പകരും. സംസ്ഥാനത്തെ വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ 21,500 രൂപയിൽ നിന്നും വാരമധ്യം 21,800 രൂപ വരെ കയറിയെങ്കിലും വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതോടെ 21,600 താഴ്ന്നു. 5ാം ഗ്രേഡ് 21,300 രൂപയിലും ഒട്ടുപാൽ 13,600 രൂപയിലും ലാറ്റക്സ് 14,400 രൂപയിലുമാണ്. വേനൽ മഴ വേണ്ട വിധം ഇനിയും കനിഞ്ഞിട്ടില്ല. ഉൽപാദന രംഗത്തെ സ്തംഭനം തുടരുന്നതിനാൽ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കാലതാമസം നേരിടാം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല. ഈസ്റ്റർ അടുക്കുന്നതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ശക്തമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഒരു വിഭാഗം വ്യവസായികൾ. അതുകൊണ്ട് തന്നെ ചരക്ക് റിലീസിംഗ് അവർ നിയന്ത്രിച്ച് മോഹവിലയ്ക്കായി കാത്തിരിക്കുന്നു. അതേസമയം മാസാരംഭ വേളയിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരാഞ്ഞത് മില്ലുകാരിൽ സമ്മർദ്ദമുളവാക്കി. കൊച്ചിയിൽ എണ്ണ 26,900 രൂപയിലും കൊപ്ര 15,100 രൂപയിലുമാണ്. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഹൈറേഞ്ചിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള കുരുമുളക് സംഭരണ തോത് അല്പം കുറച്ചു. നാടൻ കുരുമുളക് കാര്യമായി വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നില്ലെങ്കിലും നിരക്ക് അല്പം താഴ്ത്തി കാർഷിക മേഖലയുടെ ഹൃദയത്തുടിപ്പ് അറിയാനുള്ള ശ്രമത്തിലാണ്. ഈസ്റ്റർ ആഘോഷവേളയിൽ പണത്തിന് ആവശ്യം ഉയരുമെന്നതിനാൽ കൈവശമുള്ള ചരക്ക് അവർ വിപണിയിൽ ഇറക്കുമെന്ന നിഗമനത്തിലാണ് വാങ്ങലുകാർ. ഈ ഒരു കണക്ക് കൂട്ടലിൽ കൊച്ചിയിൽ അവർ അൺഗാർബിൾഡ് മുളകിന് 69,900 രൂപയിൽ നിന്നും 69,500 രൂപയായി കുറച്ചു. ഗാർബിൾഡ് കുരുമുളകിന് കിൻഡലിന് 71,500 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.